ഹലോ ഗായ്സ്, വെൽക്കം ടു മിക്കൂസ് മീഡിയ. നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഈ വീട്ടിലെ മൂത്ത കുട്ടിയാണ്. ഞാൻ ഓണം ഷോപ്പിങ്ങിന് വേണ്ടി തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്. ഞാൻ അവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഓണം ഷോപ്പിങ്ങിന് പോവുകയാണ് ഗായ്സ്. നമ്മൾ കണ്ടിട്ടും വി ആർ ട്വിന്നിങ്. ഞങ്ങൾ ഡ്രസ് ചെയ്ത് ട്വിന്നിങ് ആയിട്ടാണ്, ഞങ്ങൾ റെഡി ആവുന്നത് ട്വിന്നിങ് ആയിട്ടാണ്. ഞങ്ങൾ കുറെ നാളിന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഒന്നിച്ച് റെഡി ആയിട്ട് പോകണമല്ലോ. സോ ദാറ്റ് നമ്മൾ ഒരുമിച്ച് റെഡിയായി ഒരു ഷോപ്പിംഗ് ഡേറ്റിന് പോവാണ് ഗൈസ്, വിത്ത് മൈ ഫാമിലി. എന്തൊക്കെയാ. അപ്പൊ ഗൈസ്, ദേവ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് ഓണ ഷോപ്പിങ്ങിന് പോവാണ്. എവിടെ പോണേന്നൊന്നും തീരുമാനിച്ചില്ല. അങ്ങ് ഇറങ്ങുക, കണ്ണി കാണുന്ന കടയിൽ കയറുക, എന്തേലും അങ്ങ് വാങ്ങിക്കുക. അല്ലേ അശ്മി? ആർ യു എക്സൈറ്റഡ്? യെസ്. അപ്പൊ നമ്മുടെ പിങ്കുവിന് മിക്കുവിനൊക്കെ നമ്മൾ ചോറ് കൊടുത്തിട്ടുണ്ട്. അതോ എടുക്കുന്നു. ഹലോ പിങ്കു. ഹലോ ചേച്ചിമാർ തറ്റ പോവാ. എഴുന്നുണ്ടോ കുഞ്ഞ്? നമ്മള് കാറിലൊന്നുമല്ല ഗൈസ് പോകുന്നത്. നമ്മൾ ഇന്ന് ബസ്സിലാണ് പോകുന്നത് ഗൈസ്. ഇഷ്ടം ബസ്സിലാണ്. ചിലവർക്കൊന്നും ബസ്സിൽ പോകുന്നത് ഇഷ്ടമല്ല. കാരണം അവരൊക്കെ ഡെയിലി പോകുന്നതായിരിക്കും. നമ്മള് ഡെയിലി ഒന്നും പോകത്തില്ല. നമുക്ക് വണ്ടി കൊണ്ട് തന്നെ നമ്മൾ എങ്ങും പോകുന്നതൊന്നുമില്ല അങ്ങനെ. അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറുമ്പം ഭയങ്കര വി ആർ വെരി എക്സൈറ്റഡ്. ഇപ്പൊ പിങ്കുവും പപ്പി മിക്കോട് കിടപ്പാണ് കേട്ടോ. റോക്കി ഡാ ഹലോ. അപ്പൊ ചേച്ചിമാര് ടാറ്റ പോയിട്ട് വരാം. നിങ്ങളൊന്ന് കിടന്ന് ഉറങ്ങിക്കോ. ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ആയിക്കോട്ടിരുന്നു. ടാറ്റാ ഗൈസ്. ഞങ്ങള് അമ്മൂമ്മയെ കാണാനായിട്ട് കടയിൽ വന്നതാണ് ഗൈസ്. രാവിലെ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. എന്നാലും പോകുന്ന കഴിക്കുന്ന കണ്ടിട്ട് പോയിട്ട് തിരിച്ചു വന്നാൽ അമ്മ എന്തെങ്കിലും തരമുണ്ടെങ്കിൽ കൈകോട്ട് ഇങ്ങനെ വെക്കാം. പൂച്ചം കണ്ടോ? പൂച്ചം പുതിയ വീടിന്റെ പണി കഴിഞ്ഞില്ല. ഇത് തുറന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴേ കുട്ടികൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ഓണക്കോടി എടുക്കാൻ പോവാണ്. ഇപ്രാവശ്യം ഇച്ചിരി നേരത്തെ പോകുന്നത്. കുട്ടികൾക്ക് 2 ദിവസമായിട്ട് സ്കൂൾ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ അവരുടെ സ്കൂളിൽ വൈറൽ പനി ആയതുകൊണ്ട് അപ്പം ദേവും കൂടെ വന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങ് പോകാം. കാരണം എനിക്ക് ഈ പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാൻ അത്ര അങ്ങോട്ട് അളവും കാര്യങ്ങളൊക്കെ നമ്മുടെ പിള്ളേർക്കുമൊക്കെ ബാക്കി പിള്ളേർക്കൊക്കെ എനിക്ക് അങ്ങോട്ട് അളവും കാര്യങ്ങളും അത്ര അറിയത്തില്ല. അപ്പോൾ എല്ലാ പ്രാവശ്യവും അമ്മയും എല്ലാവരും കൂടെ പോകുന്നതാണ്. ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാണ് വരുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് എങ്ങോട്ടാണെന്ന് രക്ഷയില്ലത്. എങ്ങോട്ടാണ് പോകണമെന്നുണ്ടായിരുന്നു. അടൂരോട്ടാണ് പോയത്. അപ്പം സ്റ്റുഡിയോ എന്ന് കുറേ ദിവസമായിട്ട് പിള്ളേർ പറയുന്നത് കേട്ടോ. ഇപ്രാവശ്യം സ്റ്റുഡിയോയിൽ പോയി എടുക്കണം. എന്നാൽ പിന്നെ ഇപ്രാവശ്യം പിള്ളേർ ആഗ്രഹത്തിന് സ്റ്റുഡിയോയിൽ തന്നെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടൂർ സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. സത്യം പറയാലോ, എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളൊരു തുണിക്കടയിലോട്ട് കയറുമ്പോൾ ആകെ കളർഫുള്ളായിട്ടുള്ളൊരു ഇതാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും. ഇതങ്ങോട്ട് കയറുമ്പോഴേ എല്ലാം വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ എനിക്ക് അങ്ങോട്ട് വെച്ചാൽ മോഡേൺ ഡ്രസ്സുകളാണ് ഇവിടെ കൂടുതലും കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഡ്രസ്സുകളാണല്ലോ ഇവിടെ. എൻ്റെ ഏജൊക്കെ ഉള്ളവർക്കും ഉണ്ട്. എങ്കിൽ കൂടിയും എനിക്ക് സാധാ തുണിക്കടയിൽ പോകുന്ന ഒരു ഫീലിങ്സ് ഒന്നും ഇങ്ങനെ വന്നപ്പോൾ കിട്ടിയില്ല കേട്ടോ. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരുടെ സെലക്ട് ചെയ്യാൻ കേട്ടോ. അവർ തന്നെ സെലക്ട് ചെയ്ത്. ഞാനൊരു മൂല മാറി ഇരിക്കാനൊന്നും ഇവിടെ സ്ഥലമില്ല. മൂല മാറി നിന്നതേ ഉള്ളൂ. മണിക്കൂറുകളോളം ഇവിടെ നിൽക്കേണ്ടി വന്നു. കാരണം ഒരു 5 ജോഡി ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ ട്രയൽ നോക്കണമെങ്കിൽ ക്യൂ നിൽക്കണം. അത്രയ്ക്കും ഇത്രയും ആൾക്കാരുള്ളെങ്കിലും ഓരോരുത്തരും 5 ജോഡി ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കിനും ഭയങ്കര താമസം വരത്തില്ല. അങ്ങനെയൊക്കെ കുറേ താമസം വരുന്നുണ്ട്. എൻ്റെ കാലും കഴിക്കുന്നത്. അവരതെങ്കിൽ ഇരിക്കാൻ പോലും ഒരു സ്പേസ് ഇട്ടിട്ടില്ല ഇവിടെ ഒന്നും. ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഭംഗിയില്ലെങ്കിലും കുട്ടികളൊക്കെ ഇട്ടിട്ട് വന്നപ്പോഴത്തേക്കിനും ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേവുവിനും ലച്ചുവിനും അശ്മിക്കും എനിക്ക് തോന്നുന്നു മാത്രമേ എടുത്തിട്ടുള്ളൂ. അവിടുന്ന് കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് കാരണം തീർന്നതായിരിക്കണം. അവിടെ ഡ്രസ്സൊക്കെ ഇനി വന്നെങ്കിലേ കാണത്തുള്ളായിരിക്കും. കുറച്ച് കളക്ഷനൊക്കെ കുറവായിരുന്നു. ഇനിയിപ്പോൾ എന്നാ വരുന്നതെന്നൊന്നും അറിയത്തില്ലല്ലോ. നമുക്ക് എപ്പോഴും വരാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ തൊട്ടടുത്ത് SMയിലൂടെ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഇവിടെ ഇരിക്കാനൊരു സൗകര്യം അവർ ഉണ്ടാക്കിയിടാത്തത് ഭയങ്കര ഇതാട്ടോ. കാരണം ഇതുപോലെ പിള്ളേർക്ക് ഇതുപോലെ കാണുമ്പോൾ അവർ ഓടിച്ചാടി നടന്ന് അവർക്ക് സമയം കളയും അവരങ്ങ്. കാരണം എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടല്ലോ. ചെരുപ്പ്, അവരുടെ എന്താ വെച്ചാൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്കതിന് അത്രയും സമയം എടുക്കുമ്പോൾ എന്നെപ്പോലുള്ള അമ്മമാരൊക്കെ ഇവിടെ നോക്കൂത്തിയായിട്ട് നിൽക്കണം കേട്ടോ. സത്യം ഞാൻ കാലുവേദന എടുത്തിട്ട് വയ്യായിരുന്നു. അവർ കുറച്ച് ഇരിക്കാനും കൂടെ സൗകര്യമൊക്കെ ഉണ്ടാക്കിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആഷ്മി പിന്നെ എല്ലാം എടുത്ത് തൂത്ത് വാരി നോക്കുന്നുണ്ട്. പക്ഷേ ഈ ഐറ്റംസ് ഒന്നും ഞാൻ മേടിച്ചു കൊടുത്തില്ല കേട്ടോ. ഇവിടെ അത്യാവശ്യം വീട്ടിലെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടല്ലോ. ഈ ലിപ്സ്റ്റിക്കൊന്നും ഇങ്ങനെ ഇടുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. വല്ലപ്പോഴൊക്കെ ഇടാം.
എന്തായാലും ഞങ്ങൾ ചെരുപ്പും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എടുത്തില്ല. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ മുഴുവനായിട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ മിക്കുൻ്റെയും പിങ്കുവിൻ്റെയും ചാനലായിട്ടാണ് ഇത് തുടങ്ങിയത്. പട്ടികളുടെ വിശേഷം മാത്രമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചതിന് കുറച്ച് നമ്മുടെ കാര്യങ്ങളോടെ അവരുടെ കൂട്ടത്തിൽ പറഞ്ഞു പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇടുന്നതാണ് ഈ വ്ളോഗൊക്കെ കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ അവർക്ക് കുറച്ച് വീഡിയോസ് കൊണ്ടെടുത്തായിരുന്നു. ഞാനിങ്ങനെ അവരോട് യാത്ര പറയുന്നതും ഞാൻ എവിടെ പോയാലും അവരോട് യാത്ര പറയും കേട്ടോ, പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞു. അന്നേരം അവർക്കന്നേരം ഒരു വിഷമം ഫീലുണ്ട്, കാരണം പിന്നെ അവർ ഒറ്റയ്ക്കല്ലേ, അങ്ങനെ ഒരു വിഷമമുണ്ട്. അപ്പം അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് അതെല്ലാം അത് സേവ് ആക്കിയില്ലെന്ന് തോന്നുന്നു. പിള്ളേരെടുത്ത് തൊട്ടപ്പോൾ സേവ് ആക്കിയില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ എന്തായാലും എനിക്ക് എവിടെയെങ്കിലും പോകുമ്പം അവർക്ക് ഫുഡ് കൊടുത്തിട്ട് പോയില്ലെങ്കിൽ എനിക്ക് പിന്നെ വരുന്നത് വരെ ഒരു ടെൻഷനാണ്. ശരിക്കും കഴിവതും ഞാൻ എങ്ങോട്ട് പോയാലും അവർക്ക് ആഹാരം കൊടുത്തതിന് ശേഷം ഞാൻ പോകത്തുള്ളൂ. കാരണം നമ്മൾ പോകുന്നിടത്തുനിന്ന് താമസിച്ചാലോ എങ്ങനെ ആയാലും അവർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ ഇന്നിപ്പോൾ നമുക്ക് സമാധാനവും സ്വസ്ഥതയും എല്ലാം ഉണ്ട്. കാരണം അവർക്ക് ഞാൻ വയറ് നിറച്ച് ഫുഡ്, ബിസ്ക്കറ്റും ചോറും എല്ലാം ഞാൻ വെച്ചിട്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ ഏകദേശം 2-2.5 മണിക്കൂർ സ്റ്റുഡിയോയിൽ കളഞ്ഞിപ്പം പിള്ളേർ 2 കൂടെ കേട്ടോ. യാഷ്മി കുഴപ്പമില്ല, മറ്റവളുമാർ 2 കൂടെ 2-2.5 മണിക്കൂർ തുണി തപ്പാനും ഒക്കെ ആയിട്ട് കയറി. അങ്ങനെ അത്രയും നേരം ഞാൻ എൻ്റെ കാലും കൊണ്ട് ഒരേ നിപ്പായിരുന്നു. ശരിക്കും കാലുവേദനയുണ്ട്. അങ്ങനെ ഏകദേശം 1 മണിയായി ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ ആഷ്മിക്കടുത്ത് ഫ്രോക്കാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഈ ട്രയൽ റൂമിൽ കയറാൻ ഇവിടെ ഭയങ്കരമായിട്ട് സമയം എടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അത്യാവശ്യം സാധനങ്ങൾ ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തിട്ടുള്ളൂ, അവളുമാർക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡ് കൂടെ കഴിച്ചിട്ട് SME കയറാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എനിക്ക് അവിടുത്തെ ഒരു ഹോട്ടലിലെ ബിരിയാണിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവിടെ പോകാമെന്ന് കരുതി ഞാൻ പിള്ളേരോട് പറഞ്ഞ് നമ്മുടെ തൊട്ടടുത്ത്, നമ്മൾ കാറിലൊക്കെ വരുമ്പം തൊട്ടടുത്ത് പെട്ടെന്ന് അങ്ങ് ചെല്ലത്തില്ലേ, ഞാൻ ഇപ്പം നടക്കുമ്പോഴും വലിയ ദൂരം ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു തൊട്ടടുത്തെന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ നടന്നുകൊണ്ട് ഊപ്പാട് വന്നു. കാറിനകത്ത് പോകുമ്പോൾ ചൂന്നും പറഞ്ഞങ്ങ് പോകത്തില്ലയോ. നടന്നപ്പോഴത്തേക്കിനും സത്യം പറയാൻ ഊപ്പാട് വന്നു ഈ പിള്ളേരുടെ. അത്രയ്ക്കും ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നു. എന്തായാലും ഞാനും ലച്ചുവും ദേവും കൂടെ ബിരിയാണിയും കഴിച്ചു. ആഷ്മി ഒരു പൊറോട്ടയാണ് വാങ്ങിച്ചത് കേട്ടോ. ആഷ്മി പൊറോട്ടയും കഴിച്ചു, എൻ്റെ ബിരിയാണിക്കകത്തുനിന്ന് കുറച്ച് കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ അവിടുന്ന് പിന്നെ തിരിച്ച് ഞങ്ങൾ ഓട്ടോയിലാണ് പോയത് കേട്ടോ. കാരണം പിന്നെ തിരിച്ച് നടക്കാൻ വയ്യ. അങ്ങനെ അവിടുന്ന് ഒരു കാലിയോട്ട കിട്ടി. അങ്ങനെ അതിൽ SMൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി. എൻ്റെ ദൈവമേ, SMൻ്റെ ഫ്രണ്ടിൽ ക്യൂ കണ്ടോ, റൂട്ട് വരെ ആളാണ്. നമുക്ക് ശ്വാസം മുട്ടും, പുറത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ശ്വാസം മുട്ടും. പിന്നെ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ച സാധനങ്ങളെല്ലാം വെളിയിൽ വെച്ചിട്ട് എങ്ങനെയോ വല്ലച്ചാതിലും അകത്ത് കയറിയിട്ടുണ്ട്. നോക്കേ, ഇത് ഏറ്റവും താഴത്തെ തിരക്കാണ്. എല്ലാ നിലയിലും ഇതുപോലെ തിരക്കായിരുന്നു. അങ്ങനെ ലച്ചു എന്നോട് പറയുമായിരുന്നു, അമ്മേ നമുക്ക് വേറൊരു ദിവസം വരെ അവൾക്ക് ശ്വാസം മുട്ടുന്നതെന്ന്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, ഇന്നിപ്പോൾ നമ്മൾ ഇറങ്ങി. ഇനിയിപ്പം ഓണത്തിന് 2 ആഴ്ചയും കൂടെ ഉള്ളൂ. ഇപ്പം ഇനിയിപ്പോൾ സമയമൊന്നും കിട്ടത്തില്ല. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ സ്കൂളിലും പോയി തുടങ്ങണം. പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ 30-ാം തീയതി അടയ്ക്കുന്നത്. പിന്നെ കല്യാണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട്. നമുക്കിങ്ങനൊരു യാത്ര ഇതാണെങ്കിൽ നമുക്ക് ഓണത്തിന് തുണിയെടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പണിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും കയറിയില്ല, ഇച്ചിരി താമസിച്ചാലും വേണ്ടിയില്ല, കയറി എടുത്തോണ്ട് പോകാമെന്ന് കരുതി ഞങ്ങളങ്ങനെ ബാക്കി ഡ്രസ്സുകളെല്ലാം അവിടെ നിന്ന് എടുക്കുകയാണ് കേട്ടോ. സാരിയും ഷർട്ടും കാര്യങ്ങളും എല്ലാം. ഇവിടുന്ന് കുറച്ച് വീഡിയോസ് എടുത്തുള്ളൂ കേട്ടോ. കാരണം എൻ്റെ ഫോൺ ഇതിൻ്റെ ഇടയ്ക്ക് ഓഫായി പോയി. വീട്ടിൽ വന്ന് മിക്കുവിൻ്റെയും പിങ്കുവിൻ്റെയും ഒക്കെ ഞങ്ങളെ കാണുമ്പോൾ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഫോൺ അങ്ങ് ഓഫായി പോയി. വന്ന് ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കിനും അവരുടെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. എടുക്കാൻ